നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും RSSും ശരിക്കും എന്താണ് ഇവരുടെ ഇടയിൽ പ്രശ്നം? തുടർച്ചയായി മൂന്നാം തവണയും BJP ഭരണം രാജ്യത്ത് ഇല്ലാതാക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുറപ്പുണ്ടായിരുന്ന ഭാരതവിരുദ്ധ ചേരിയുടെ 2024 ലക്ഷ്യം നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിയാകുന്നതിൽ നിന്ന് തടയുക എന്നതായിരുന്നെന്ന് ഒരു വർഷം മുമ്പേ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. എന്നാൽ 400 പാർ എന്ന മുദ്രാവാക്യത്തോടെ മോദിയും അമിത്ഷായും ആ ശ്രമത്തിൻ്റെ മുനയൊടിക്കാനാണ് ശ്രമിച്ചത്. അതിൽ ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു. ഇലക്ഷന് മുമ്പ് തന്നെ ഫോർത്ത് എസ്റ്റേറ്റ് പറഞ്ഞതുപോലെ പ്രാദേശിക കക്ഷികൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അവർക്ക് മുൻതൂക്കം കൊടുക്കും വിധം കോൺഗ്രസ് മത്സരത്തിൽ നിന്ന് പിന്മാറുക കൂടി ചെയ്തിരുന്നെങ്കിൽ ബംഗാളിൽ BJPക്ക് ലഭിച്ച 13 സീറ്റുകളിൽ പകുതിയെങ്കിലും കൂടി നഷ്ടമാകുമായിരുന്നു. പക്ഷേ നമ്മൾ മുൻപ് ചർച്ച ചെയ്തതുപോലെ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും സ്വന്തം പാളയത്തിൽ നിന്ന് മോദി അമിത്ഷാ സഖ്യത്തിനെതിരെ ഒരു പണി ഉണ്ടായത് കോൺഗ്രസിനെ സഹായിക്കുകയാണ് ചെയ്തത്. ജാമ്യത്തിലിറങ്ങിയ കെജ്രിവാൾ നടത്തിയ ഒരു പരാമർശത്തെ ഒരു ഘടകമായി ഉപയോഗിക്കുകയാണ് BJPക്കുള്ളിലെ മോദി വിരുദ്ധ ചേരി ചെയ്തത്. അതായത് മോദിക്ക് ശേഷം യോഗിയല്ല അമിത്ഷാ ആയിരിക്കും പ്രധാനമന്ത്രി എന്നത് BJP അണികൾ അംഗീകരിച്ചിരുന്ന കാര്യം തന്നെയാണ്. എന്നാൽ യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് പോലും പൂർണ്ണമായി ഒഴിവാക്കും വിധമുള്ള പ്ലാനാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടേതുമെന്നുള്ള കെജ്രിവാളിൻ്റെ പ്രസ്താവന മോദിയേക്കാൾ യോഗി ആദിത്യനാഥ് എന്ന ഹിന്ദുത്വവാദി സന്യാസിയെ ആഗ്രഹിക്കുന്ന BJPയിലെ ഒരു വിഭാഗത്തിൽ ഉലച്ചിലുണ്ടാക്കി. ആ അവസരം BJPക്കുള്ളിലെ മോദി വിരുദ്ധ ചേരി ഉപയോഗപ്പെടുത്തിയെന്നതാണ് ഉത്തർപ്രദേശിലെ സീറ്റ് കുറയാൻ കാരണമായത്. അറിഞ്ഞോ അറിയാതെയോ യോഗി ആദിത്യനാഥ് മോദി വിരുദ്ധപക്ഷത്തിൻ്റെ ഭാഗമായി പോയെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതായത് നരസിംഹം സിനിമയിൽ ധൂർത്തനായ കാര്യസ്ഥൻ ഗുമസ്തൻ അറിയാതെ അയാളുടെ മകളുടെ കല്യാണത്തിന് പണം കൊടുത്ത് സഹായിച്ച തിലകൻ്റെ കഥാപാത്രത്തെ മനസ്സിലാക്കാൻ പറ്റാതെ ചതിച്ചു പോയതിൽ പിന്നീട് കോടതിയിൽ മനസ്താപത്തോടെ ചങ്ക് പൊട്ടിക്കരയുന്ന ആ കാര്യസ്ഥൻ്റെ മുഖഭാവം തന്നെയായിരുന്നു പ്രധാനമന്ത്രിയായി മോദിയെ NDA സഖ്യം തിരഞ്ഞെടുക്കുന്ന മീറ്റിങ്ങിൽ യോഗി പ്രകടിപ്പിച്ചത്. ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ട് താൻ തെരഞ്ഞെടുപ്പിൽ കാണിച്ച നിസ്സഹകരണം മോദിക്കും രാജ്യത്തിനും എത്രമാത്രം ആപത്താണ് വരുത്തിവെച്ചത് എന്ന കുറ്റബോധം യോഗിയുടെ മുഖത്ത് പ്രകടമായിരുന്നു. ചന്ദ്രബാബു നായിഡു, ചിരാഗ് പാസ്വാൻ, നിതീഷ് കുമാർ, പവൻ കല്യാൺ എന്നിവരെയൊക്കെ നരേന്ദ്രമോദി ചിരിച്ചുകൊണ്ട് പുകഴ്ത്തി പ്രസംഗിക്കുമ്പോഴും കൂടെ നടന്ന നീ ഇത് ചെയ്തല്ലോ ചാപ്പ എന്ന് യോഗിയെ നോക്കിയും നോക്കാതെയുമുള്ള മുഖഭാവമാണ് നരേന്ദ്രമോദിയും പ്രകടിപ്പിച്ചത്. ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള ഭാവിക്ക് കഴിഞ്ഞ 10 വർഷത്തെ അടിത്തറ നിർമ്മിച്ച മോദി മൂന്നാമതും പരമാവധി സീറ്റോടെ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഇനിയുള്ള 5 വർഷത്തെ ഭാരതത്തിൻ്റെ വികസന വേഗത നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമായിരുന്നേനെ. അതിൻ്റെ വേഗത കുറയ്ക്കാൻ ഭാരതവിരുദ്ധ ചേരിക്കൊപ്പം BJPക്കുള്ളിലെ മോദി വിരുദ്ധ ചേരിയും ഒരു ഭാഗഭാക്കായി മാറുകയാണുണ്ടായത്. 1991 മുതൽ മോദിക്കൊപ്പം എന്നും കൂർമ്മബുദ്ധിയോടെ തന്ത്രങ്ങളും പണവും സംഘടനാ പാഠവും ഒരുപോലെ ഉപയോഗിച്ച് കൂടെ നിന്ന മഹാഭാരതത്തിലെ ഭീമസേനനെ പോലെ എന്നും രണ്ടാമതായി പോയ അമിത്ഷായെ കുറച്ചു കാലത്തേക്കെങ്കിലും ഒന്നാമനായി പ്രധാനമന്ത്രി ആക്കണമെന്നുള്ള ധാരണ നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ എല്ലാ കാലത്തും RSSൻ്റെ സ്വന്തക്കാരുടെ ലിസ്റ്റിൽ ഈ അമിത്ഷാ ഉണ്ടായിരുന്നില്ല. പക്ഷേ RSSൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ടവൻ എന്ന നിലയിൽ അമിത്ഷാ തൻ്റെ 2ാം സ്ഥാനം നിലനിർത്തി പോന്നതാണ്. മോദി അമിത്ഷാ സഖ്യത്തിൻ്റെ പ്ലാനുകൾ എല്ലാം വിജയിച്ച് മുന്നോട്ട് പോയാൽ നരേന്ദ്രമോദി 3ാം ടൈമിൻ്റെ അവസാന കാലത്ത് പ്രധാനമന്ത്രി പദമെന്ന ബാറ്റൺ അമിത്ഷായ്ക്ക് കൈമാറുമെന്നറിയാമായിരുന്ന അമിത്ഷാ വിരുദ്ധ സംഘമാണ് മോദിയെയും സർവോപരി അമിത്ഷായെയും ദുർബലപ്പെടുത്തും വിധം കേവല ഭൂരിപക്ഷം ഇല്ലാതാക്കാൻ ഇത്തവണ ശ്രമിക്കും വിധം ചതിച്ചത്. കരുത്തരായ മോദി അമിത്ഷാ സഖ്യത്തിൻ്റെ തീരുമാനത്തെ തടയാൻ മാത്രമുള്ള സംഘടനാശേഷി അവർക്കുണ്ടെങ്കിലും ജനവികാരത്തെ മറികടന്നുകൊണ്ട് അങ്ങനെയൊരു തീരുമാനം സംഘടനയ്ക്ക് എടുക്കാൻ പറ്റില്ല. കാരണം BJP എന്ന സംഘടനയിൽ ഹൈക്കമാൻഡ് രാഷ്ട്രീയമല്ലല്ലോ ഉള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത ആ സമ്മേളനത്തിൽ നരേന്ദ്രമോദിക്ക് ഹാരാർപ്പണം ചെയ്യുന്ന ഈ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കാണണം. പ്രധാനമന്ത്രി ആയതിനു ശേഷം നരേന്ദ്രമോദി ഹാരം തൻ്റെ ശരീരത്തിൽ തൊടും വിധം ഇതുവരെയും സ്വീകരിച്ചിരുന്നില്ല. അത് നരേന്ദ്രമോദി തുടർന്നു പോതിരുന്ന ഒരു രീതിയാണെന്നത് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇതുവരെയും BJP ഉപയോഗിച്ചതിൽ ഏറ്റവും മോശമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മാലയാണ് ശ്രീ നദ്ദ മോദിയെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാക്കിയത്. കൂടാതെ നദ്ദ ആ മാല മോദിയുടെ ശരീരത്തിൽ വെക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതായത് ഇനി പാർട്ടിക്ക് വിനീത വിധേയനാകാൻ പോകുന്ന ഒരു സാധാരണ പ്രധാനമന്ത്രി മാത്രമായിരിക്കും നരേന്ദ്രമോദി എന്ന സംഘടനയുടെ മെസ്സേജാണ് അതെന്ന് നമുക്ക് വായിച്ചെടുക്കാം. അതേസമയം നരേന്ദ്രമോദിയുടെ വലതുവശത്ത് നിൽക്കുന്ന മോദിയേക്കാൾ സീനിയറായ രാജ്നാഥ് സിംഗ് മടിച്ചാണ് മാല മോദിയുടെ തോളിൽ വെക്കുന്നത്. എന്നിട്ടും രാജ്നാഥ് സിംഗ് ആ കൈയെടുക്കാതെ മാലയിൽ പിടിച്ചിരിക്കുന്നതും നിങ്ങൾക്ക് വ്യക്തമായി കാണാം. ഇതാണ് മൂന്നാമതും അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയെ സ്വന്തം പാളയത്തിലെ പട തന്നെ ദുർബലനാക്കിയ കഥയുടെ ആദ്യ ഭാഗം. ഇനി ഇതിനൊരു 2ാം ഭാഗമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. മോദിക്ക് ഗ്യാരണ്ടി എന്ന വാക്കാണ് സംഘടനയെ അലോസരപ്പെടുത്തിയെന്ന് പറയാതെ പറഞ്ഞ അവരോട് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ 2 തവണ മോദിക്ക് ഗ്യാരണ്ടി ആവർത്തിച്ചുപയോഗിച്ചു.
അത് ഏത് വാചകത്തിന് ശേഷമാണ് മോദി പ്രയോഗിച്ചതെന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. രാജ്യത്തെ പ്രവർത്തകരോടും ജനങ്ങളോടും എന്ന പേരിൽ നരേന്ദ്രമോദി പറഞ്ഞത്, നിങ്ങൾ 10 മണിക്കൂർ ജോലി ചെയ്താൽ ഞാൻ 18 മണിക്കൂർ ജോലി ചെയ്യും, നിങ്ങൾ 2 അടി മുന്നോട്ട് വച്ചാൽ ഞാൻ 4 അടി മുന്നോട്ട് വെക്കും, 3-ാം ടൈമിൽ രാജ്യത്തെ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങൾ എടുത്ത് തന്നെ താൻ മുന്നോട്ട് പോകും, അത് മോദിക്ക് ഗ്യാരണ്ടിയാണ് എന്നതായിരുന്നു. 3-ാമത് അധികാരത്തിൽ വന്നപ്പോൾ അമിത്ഷായെ അല്ല രാജ്നാഥ് സിംഗിനെ തന്നെ നരേന്ദ്രമോദിക്ക് രണ്ടാമനാക്കേണ്ടി വന്നു. രാജ്നാഥ് സിംഗ് ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗമല്ലാത്ത തറവാടിയായ ഒരു ദേശീയവാദിയാണ്. നരേന്ദ്രമോദിയെ 3-ാം ടൈമിൽ ദുർബലനാക്കിയ ഉപജാപക സംഘത്തിൻ്റെ ആവശ്യം ദേശീയ അധ്യക്ഷനായ നദ്ദയെ അല്ലെങ്കിൽ ഗഡ്കരിയെ രണ്ടാമനാക്കണം എന്നതായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി അതിന് വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, അമിത്ഷായ്ക്കും താഴെ 4-ാമനായി മാത്രമാണ് നദ്ദയെ പരിഗണിച്ചത്. അതായത് എന്തായാലും നിസ്വാർത്ഥമായ എൻ്റെ പ്രവർത്തനത്തെ നിങ്ങൾ അംഗീകരിച്ചില്ല, 5 വർഷം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മോദിയായി തന്നെ തുടരുള്ളൂ എന്ന പ്രഖ്യാപനമായിരുന്നു അത്. 1-ാം മോദി സർക്കാരിൽ മെച്ചപ്പെട്ട രീതിയിൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഹർഷവർദ്ധനെ മാറ്റി ശ്രീ നദ്ദയെ ആരോഗ്യമന്ത്രി ആക്കണമെന്നുള്ള നിർദ്ദേശം ആരുടേതായിരുന്നു എന്നത് ഓർക്കണം. അതിനുശേഷം 2-ാം മോദി സർക്കാരിൽ നിന്ന് JP നദ്ദയെ നരേന്ദ്രമോദി ഒഴിവാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ JP നദ്ദയെ ദേശീയ അധ്യക്ഷനാക്കി തിരികെ കൊണ്ടുവരികയാണ് സംഘടന ചെയ്തത്. ഇന്ന് അതേ JP നദ്ദയെ ആരോഗ്യമന്ത്രിയാക്കി 3-ാം ടൈമിൽ നരേന്ദ്രമോദിക്കൊപ്പം മന്ത്രിസഭയിൽ അവർ എത്തിച്ചിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ദേശീയ അധ്യക്ഷ സ്ഥാനം അദ്ദേഹം തുടരുകയും ചെയ്യുന്നു. നരേന്ദ്രമോദിയുടെ 2-ാം ടൈമിൻ്റെ തുടക്കത്തിൽ ദേശീയ അധ്യക്ഷനായി ഇരുന്നുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ വളരെ പെട്ടെന്ന് തന്നെ ദേശീയ അധ്യക്ഷ സ്ഥാനം ഒഴിയണം എന്നാവശ്യപ്പെട്ട ആരും നദ്ദയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനം ഒഴിയണം എന്ന് പറയുന്നില്ല. അമിത്ഷായോട് സംഘടനയിൽ പലർക്കും താല്പര്യക്കുറവുണ്ടെങ്കിലും അതെല്ലാം മോദി അടിച്ചമർത്തിയിരുന്നത് സർസംഘ്യാലക് ശ്രീ മോഹൻ ഭഗവതുമായുള്ള നരേന്ദ്രമോദിയുടെ ബന്ധവും രസതന്ത്രവും കാരണമാണ്. രണ്ടുപേരും ചെയ്യുന്നത് ശരിയെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന സുഹൃത്തുക്കൾ നമുക്കും ഉണ്ടാകുമല്ലോ. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല ബന്ധമാണ് ഇവരുടെ ഇടയിൽ ഉള്ളത്, അല്ല ഉണ്ടായിരുന്നത്. അമിത്ഷായെയും മോദിയെയും തമ്മിലടുപ്പിച്ച് അവരുടെ കരുത്തില്ലാതാക്കാൻ പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ടിടത്ത് മോദി മോഹൻ ഭഗവത് ബന്ധത്തിൽ ചെറുതായെങ്കിലും വിള്ളൽ വീഴ്ത്താൻ സംഘടനയിലെ അമിത്ഷാ വിരുദ്ധ ചേരിക്ക് കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. മുൻപ് കേരളത്തിൽ മാത്രമായിരുന്നു സംഘമെന്നാൽ വടവൃക്ഷം, BJP അതിലൊരു ശിഖരം മാത്രം എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നത്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്നൊക്കെയുള്ള ചില താൻ പ്രമാണിത്ത മാടമ്പിസം ഉണ്ടായിരുന്നത് കേരളത്തിൽ മാത്രമായിരുന്നു. ദേശീയതലത്തിൽ മറ്റെല്ലാ സംസ്ഥാനത്തും സംഘവും BJPയും 2 ശരീരമെങ്കിലും ഒരു മനസ്സോടെയാണ് പ്രവർത്തിച്ചിരുന്നത്. സംഘത്തിൻ്റെ ചുമതലയിലുള്ളവർക്ക് അധികാര സാമ്പത്തിക താല്പര്യം ഉണ്ടായിരുന്നില്ല. BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ നിസ്വാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന മനുഷ്യയന്ത്രങ്ങളായിരുന്നു RSS. അതായിരുന്നു എല്ലാ കാലത്തും BJPയുടെ കരുത്ത്. എന്നാൽ കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള ചിലരുടെ താല്പര്യങ്ങൾ അതുക്കും മേലെ പോയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അധികാര രാഷ്ട്രീയത്തിലും സമ്പത്തിലും താല്പര്യം തോന്നുന്ന ചിലരാണ് മോദിക്ക് ശേഷം അമിത്ഷാ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നത്. രാജ്യത്താകെ ഏറ്റവും കൂടുതൽ പ്രവർത്തകർ മോദിക്ക് ശേഷം ആഗ്രഹിക്കുന്നത് യോഗി ആദിത്യനാഥിനെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കെന്ന് അറിയാവുന്ന അത്തരക്കാരുടെ പദ്ധതിയിൽ യോഗി ആദിത്യനാഥ് അറിഞ്ഞോ അറിയാതെയോ വീണുപോകുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഇനി അറിയേണ്ടത് ഇപ്പോൾ എന്താണ് ഇവർക്കുള്ളിൽ സംഭവിക്കുന്നതെന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സർസംഘ്യാലക് മോഹൻ ഭഗവത്ജിയും തമ്മിലുള്ള രസതന്ത്രത്തിൽ ചെറുതായെങ്കിലും വിള്ളൽ വീഴ്ത്തിയ അവരുടെ ലക്ഷ്യമാണ് ഇനി മോദി യോഗി ബന്ധത്തിലും വിള്ളൽ വീഴ്ത്തുക എന്നത്. അല്ല, ഉണ്ടായ വിള്ളൽ വളർത്തി വലുതാക്കി വെടക്കാക്കുക എന്നത്. അതായത് നരസിംഹം സിനിമയിലെ കാര്യസ്ഥനെ പോലെ നിലവിൽ യോഗി ആദിത്യനാഥ് ചെയ്തു പോയ തെറ്റിൽ പശ്ചാത്തപിക്കുന്ന അവസ്ഥയിൽ മോദിക്ക് കൂടുതൽ കരുത്ത് നൽകാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ 10-ൽ 8 സീറ്റെങ്കിലും ജയിച്ച് മോദിയെ പോയി കാണാനാണ് യോഗി ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനി നിയമസഭാ പ്രചാരണത്തിന് പോലും താൻ വരില്ല എന്ന നിലപാടാണ് മോദിക്കുള്ളത്. യോഗി ആദിത്യനാഥ് അമിത്ഷായ്ക്കൊപ്പം ചേർന്ന് നിന്നാൽ 1 വർഷത്തിനുള്ളിൽ സമാജ്വാദി പാർട്ടിയിലെ MP-മാരെ പോലും അടർത്തി മാറ്റി നരേന്ദ്രമോദിക്ക് തനിച്ച് കേവലഭൂരിപക്ഷം നൽകാൻ കഴിയുന്ന ഒരു കാലത്തേക്കാണ് ചർച്ചകൾ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ ചർച്ചകൾ പോലും ഒഴിവാക്കും വിധം മോദിക്കും യോഗിക്കും ഇടയിലുണ്ടായ വിള്ളലിനെ ഒരു ശീതസമരമാക്കി വളർത്താനാണ് ആ അമിത്ഷാ മോദി വിരുദ്ധ ചേരി ശ്രമിക്കുന്നതെന്നാണ് ഇപ്പോൾ കാണുന്ന വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പതിവിന് വിപരീതമായി 3-ാം വട്ടം അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയെ ആക്രമിക്കേണ്ട രാജ്യത്തെ മാധ്യമങ്ങൾ യോഗിക്ക് പിന്നാലെ കൂടിയിരിക്കുന്നത്. യോഗിയും മോദിയും തമ്മിൽ ശത്രുത എന്നുള്ള വാർത്തകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന BJP പക്ഷത്തുള്ള ആളുകളുടെ ലക്ഷ്യവും അണികളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി യോഗിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉപയോഗിച്ച് മോദിയുടെ ജനപ്രീതി ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ വല്ലാതെ സ്നേഹിക്കുന്ന ആളുകളെ കൊണ്ട് നാളെ പ്രധാനമന്ത്രിയാകേണ്ട യോഗിയെ വെറുപ്പിക്കുക എന്ന ഉദ്ദേശവുമാണ് ഇവർക്കുള്ളത്. അതായത് നരേന്ദ്രമോദിക്ക് ശേഷം അമിത്ഷാ പ്രധാനമന്ത്രിയും അമിത്ഷായ്ക്ക് ശേഷം യോഗി ആദിത്യനാഥ് എന്നുള്ള ആ തുടർച്ച ആഗ്രഹിക്കാത്ത ചിലർ BJPക്കുള്ളിലുണ്ട്. അവരുടെ താല്പര്യമാണ് ഈ ശത്രുതാ വാർത്തകൾക്ക് പിന്നിൽ. വരുന്ന 1 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദിക്ക് കേവലഭൂരിപക്ഷം എത്തിക്കാൻ കഴിഞ്ഞാൽ മോദിക്ക് ശേഷം അമിത്ഷാ എന്ന പ്രധാനമന്ത്രിക്ക് കീഴിൽ യോഗി ആഭ്യന്തരമന്ത്രി, അതിനുശേഷം യോഗി പ്രധാനമന്ത്രി എന്ന നിലയിൽ കാര്യങ്ങളെത്തും. ഭാരതം തടസ്സങ്ങളില്ലാതെ 2047ലേക്ക് കുതിക്കുകയും ചെയ്യും. അത്ര സുന്ദരമായി നരേന്ദ്രമോദി പോകണ്ട എന്നതാണ് ചിലരുടെ തീരുമാനം. അതിന് അവർക്ക് പല പദ്ധതികളുമുണ്ട്. ഭാരതത്തെ ഒരുപക്ഷെ തകർത്ത് കളയാൻ പോലും ശേഷിയുള്ള ആ ഇല്ലൂമിനാറ്റിയുടെ കളികൾ തച്ചുടയ്ക്കാൻ
മോദിക്കും അമിത്ഷായ്ക്കും യോഗിക്കും കഴിയണം. അതിനുവേണ്ടി പ്രവർത്തകരെങ്കിലും മോദിയെയും അമിത്ഷായെയും യോഗി ആദിത്യനാഥിനെയും വിശ്വസിക്കണം. ഭാരതത്തിൻ്റെ യഥാർത്ഥ വികസനത്തിന് അടിത്തറവാകേണ്ട ഈ ത്രിമൂർത്തികളെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി നന്നായി പണിയെടുക്കുന്ന ആ ഉപജാപക വൃന്ദത്തിൻ്റെ തന്ത്രങ്ങൾ നടക്കാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവർ പടച്ചുവിടുന്ന വിഴുപ്പുകളിൽ പങ്കാളികളായി ഫാനിസം പ്രകടിപ്പിക്കാതെ നിശബ്ദരായിരിക്കുക എന്നതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. അമിത്ഷായുടെ നേതൃത്വത്തിൽ നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡു, പവൻ കല്യാൺ, ചിരാഗ് പാസ്വാൻ എന്നീ ഘടകകക്ഷികളെ കൂടെ നിർത്തി കരുത്തനായ മോദി കൂടുതൽ ആക്രമണകാരിയായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഒരുങ്ങുന്നത്. മോദിയുടെ അവസാനത്തെ 5 വർഷത്തെ ഭരണത്തെ പ്രതിപക്ഷവും ഭാരതവിരുദ്ധപക്ഷവും നന്നായി ഭയക്കുന്നുണ്ട്. തീർച്ചയായും BJPക്കുള്ളിൽ ചില കലഹങ്ങളുണ്ട് എന്നത് വ്യക്തമാണ്. അതൊരിക്കലും നരേന്ദ്രമോദിയും യോഗിയും തമ്മിലല്ല. നരേന്ദ്രമോദിക്ക് ശേഷം അമിത്ഷാ, അമിത്ഷായ്ക്ക് ശേഷം യോഗി ആദിത്യനാഥ് എന്ന രീതിയിൽ ഭാരതം ശക്തമായി മുന്നോട്ട് പോകുന്നത് ആഗ്രഹിക്കാത്ത ചിലർ, ഇതിനിടയിൽ പ്രധാനമന്ത്രി സ്ഥാനം ലഭിക്കില്ല എന്ന് ഭയക്കുന്ന ചിലർ, ചിലരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചിലരെ പ്രധാനമന്ത്രിയാക്കണം എന്നാഗ്രഹിക്കുന്ന ചിലർ, അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിനുള്ളിലുണ്ട്. അതൊരിക്കലും നരേന്ദ്രമോദിയും യോഗിയും തമ്മിലുള്ള പ്രശ്നമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മമ്മൂട്ടിക്കും മോഹൻലാലിനും വേണ്ടി ഫാനിസം കളിച്ച് തമ്മിൽ മത്സരിച്ച് പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആളുകളെ പോലെ യോഗി ആദിത്യനാഥിൻ്റെ ഫാൻസും നരേന്ദ്രമോദിയുടെ ഫാൻസും അമിത്ഷായുടെ ഫാൻസും തമ്മിൽ തല്ലാതിരിക്കുക. ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിശബ്ദരായിരിക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാവുക. നമ്മൾ കാണുന്നതിനപ്പുറം ചില കളികൾ BJPക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്.